പറയടാ. ഇന്ന് നമുക്ക് എല്ലാവർക്കും അർഷാദിന്റെ വക പൊറോട്ട എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഫോട്ടോഗ്രാഫറാ പോലെ ഫോട്ടോ. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. സമയം നമുക്കിപ്പോ എന്താ പറയാ, അർഷാദിനെ കുറിച്ച് ഒരു 2 വാക്ക് ഞാൻ സംസാരിക്കാം. അതായത് അർഷാദ് ടോപ്പിക് കിട്ടുന്നില്ല, നമുക്ക് ടോക്കാൻ ചായലുണ്ട്, ചായന്റെ കൂടെ നമ്മളെ ചെക്കനുണ്ട്. വീട് എടുത്തൊരു സ്ഥലം നമ്മുടെ ചങ്ങാന്റെ കിട്ടുള്ള സ്പോട്ടാണ്. പൈസ ഉണ്ടാ നമ്മൾ തലശ്ശേരി അജ്മൽ ഉണ്ട് കാണാൻ വേണ്ടി വന്ന നോക്കുമ്പോ പറഞ്ഞു ആയിരിക്കും ഗ്ലൂക്കോസ് ഏറ്റല്ല ഒരു പേര് പറയുന്നില്ല. അതാണോ സത്യം അജ്മലെ? അതാണ് അജ്മൽ. കണ്ണൂരില് മുബാരിസ് സ്ലാങ്ങിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ കണ്ണൂരിൽ കിടിലം പോലത്തെ ഒരു സ്പോട്ട് വന്നിട്ടുണ്ട്. അതാ നരിക്കൊമ്പൻ. ഡിപ്രഷനുള്ള ഒരു പ്രത്യേകം വരണം. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ പുഴക്കാരെ പുഴക്കാരിയുടെ കണ്ണൂരിലെ കാടാണ്. കുറച്ച് രാവിലെ വന്നാൽ കാണാൻ പറ്റും. അവിടെ വന്ന് ചായ കൊടുക്കുന്ന ടേസ്റ്റുള്ള മോനെ ഒന്ന് പറഞ്ഞാൽ കയ്യിലിപ്പോ ഏകദേശം ഒരു പഴംപൊരി ഉണ്ട്, ഒരു ബ്രെഡിന്റെ സംഭവം പകുതി കടിച്ച്. ഇത് പഴംപൊരി ഉണ്ട്, ഫ്രഷ് പഴംപൊരി. നമ്മളെ രതീശ സാധനം ഉണ്ട്, പിന്നെ ചായയും കൂടി ഉണ്ട് കേട്ടോ. ചായയും കൂടി സെറ്റപ്പാണ്. ചായ വൈബ് വിത്ത് ചായ വൈബ് ഉള്ളത്. നമുക്ക് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഓരോരോ സാധനം കളിച്ചിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ ഓരോ വ്ളോഗ് ഇങ്ങനെ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. നമ്മളെ ലൈഫ് സ്റ്റൈൽ എന്താ വെച്ചാൽ രാവിലെ ചായ കുടിക്കുക, ഉച്ചയ്ക്ക് ചായ കുടിക്കുക, വൈകുന്നേരം ചായ കുടിക്കുക, ചായയോട് ചായ. എന്നിട്ട് നമ്മൾ ജിമ്മിനും പോകും. രാത്രി ചായ ഇതാണ് നമ്മൾ ചായ വൈബാണ്. നമ്മൾ രാത്രി ഇങ്ങനെ ഇതുപോലെ വെറുതെ ഇരിക്കാൻ നമുക്ക് ഇങ്ങനെ ചായ കുടിക്കാനെന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് നേരെ അതായത് കൂടെ അർഷാദും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൊയ്പ് അറിയാം. അടുത്ത ഫ്യൂച്ചറിലേക്കുള്ള 10 കൊല്ലത്തേക്കുള്ള കാര്യം പറഞ്ഞിരിക്കാം. നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ കുറെ കുറ്റം പറഞ്ഞിരിക്കുക. നമുക്ക് പലരെയും കുറിച്ച് അപമാനങ്ങളും കുറെ വിഷമങ്ങളും പറഞ്ഞിരിക്കാം. സത്യം പെൺപിള്ളേരില്ലാത്തതിന് പെണ്ണുങ്ങളെ കുറിച്ച് പറയാം. എല്ലാം പറഞ്ഞിരിക്കാം. ചായ കുടിച്ചിരിക്കാം. നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കട്ടെ. നമുക്കൊരു ടോപ്പിക് കിട്ടുന്നില്ല, നമുക്ക് ടോക്കാൻ ചായലുണ്ട്, ചായന്റെ കൂടെ നമ്മളെ ചെക്കനുണ്ട്. നമ്മൾ ക്യാമറ ഓൺ ആണ്. നമുക്ക് ഈ ക്യാമറ വരുമ്പോൾ ടോപ്പിക് പൊതുവെ കിട്ടൂല. അല്ലെങ്കിൽ നമ്മൾ വായ് വർത്താനം പറഞ്ഞിരിക്കലാണ്. എന്താ ചടപടി എന്തെങ്കിലും അപ്പുറത്ത് പോയി ചായക്കാട് തുടങ്ങി. അയാൾക്ക് ബിസിനസ് കൂടുതൽ, ഇപ്പുറത്തേക്ക് ബിസിനസ് കൂടുക. അതൊരു നമ്മളൊരു നിലക്കെത്തിയിട്ടില്ല. പക്ഷെ വേറെ തന്നെ ബിസിനസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചായ ബിസിനസ് എല്ലാം പറഞ്ഞിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ചായ കുടിക്കാൻ പോക്കില്ല. നമ്മളിതെല്ലാം ഇപ്പം തുടങ്ങാൻ നമുക്ക് ആർക്കും അറിയാം. രാത്രി ഇടാന്ന ഇതെല്ലാം നമ്മൾ കാഷ്വൽ ടോക്സ് ആയിട്ട് നമുക്ക് ടോപ്പിക് ഒന്നുമില്ല. നമ്മളിങ്ങനെ സമയം കളയാ അല്ലേ. ഇതുപോലെ ചായ കുടിച്ച് എന്റെ പഴംപൊരി അവൻ കഴിച്ചോണ്ടിരിക്കുക. എന്റെ പഴം എന്താടാ പഴംപൊരി അയ്യോ കൂടെ വരേണ്ട ഒരു തെണ്ടിയുണ്ട് അജ്മൽ എന്ന് പറഞ്ഞാൽ. ഓനിപ്പോ ഇല്ല ഗൈസ്. ഓനായിട്ട് പേടിയുള്ളതെന്ന് വെച്ചാൽ എന്താറില്ല, ഓന് വരുന്നതൊക്കെ ഏതോ ഒരു ബൈക്കിൽ നിന്നെന്തോ വീണ് ഗ്ലൂക്കോസ് ആയിട്ടാണെന്ന് പറഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രി കാഷ്വാലിറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുക. പ്രശസ്തമായ ഊള എഡിറ്ററാണ് ഗൈസ്. ഓന് ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും, എന്തായാലും അറിയാവുന്ന എനിക്ക് വേണ്ടിയിട്ട് നല്ല അഭിമാനം താങ്ക്സ് ഇപ്പം പറയുന്നുണ്ടാവും. മനസ്സിലെന്ന് പറയുന്നതുകൊണ്ട് തന്നെ എടുത്ത് പറയുന്നത്. ചെക്കന് നടു ഒടിഞ്ഞാല് ചെക്കൻ ചത്ത് ഓടാൻ റെഡി ആയിട്ട് വരുത്തരാ ബൈക്ക് എടുത്തിട്ട്. അതങ്ങ് ലോകം ചുറ്റാൻ പറഞ്ഞാൽ ഓന് 10,000 കിലോമീറ്റർ ബൈക്ക് എടുത്തിട്ട് കഴപ്പത്തരം എന്നല്ലാണ്ട് വേറൊന്നും പറയല്ല. പൾസർ എടുത്തിട്ട് ഓൻ ഇറങ്ങും. ഓന്റെ പൾസർ ഓന്റെ അർലിന്റെ എടുത്തിട്ടാണെന്ന വിചാരം. കവാസാക്കി ചെയ്യും ഒടുക്കത്തെ അത് എടുത്തിട്ട് അങ്ങ് മണാലിയും മറ്റേ വിദേശ യാത്ര നടക്കുമോന്. ടയർ പൊട്ടി 5ന്റെ പൈസ മറ്റേ എന്താ പറയാ മോഡിഫൈ ചെയ്യാനും സർവീസിന് ഉണ്ടാവില്ല. എന്നാൽ ഉലകം ചുറ്റാൻ ആ പൾസർ വണ്ടി എടുത്തിട്ട് ഇറങ്ങാൻ രണ്ടും ആള് മച്ചാൻ അടിപൊളിയാണ്. മച്ചാനാവും ഒറ്റ നമ്മളെ മോള് ദുബായ് പോയി. അല്ല ഗൈസ് വേറെ അർത്ഥത്തിൽ എടുക്കരുത്. നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മുടെ മുകളിൽ പറന്ന് കളിക്കാൻ പഴംപൊരി ആടാ. എന്റെ പഴംപൊരിയാ അതാ പറഞ്ഞ പഴംപൊരി ആണോ ഒടിഞ്ഞതാ നിന്റെ അങ്ങനെ നമ്മളങ്ങനെ ഉദ്ദേശിച്ചല്ല. പഴംപൊരിന്റെ പഴത്തിന്റെ പ്രശ്നമല്ല. നമുക്ക് പഴംപൊരി കുറച്ച് ഞാൻ മേടിച്ച പഴംപൊരിയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഈ പാട്ട് എവിടെയോ കേട്ടിട്ടില്ലേ? ഹിബ ഹബീബിന്റെ മാസ്റ്റർ പീസ് സാധനം ഗൈസ്. നമ്മള് ഹിബ ഹബീബിന്റെ എടുത്തു. ഹിബ ഹബീബ് കമോൺ. ഹിബ ഹബീബിന്റെ അവിടെ വിളിക്കും. ഹിബ ഹബീബിനെ വിളിക്കും. അവിടെ വിളിക്കും. നമുക്ക് വിളിക്ക്. ഹിബ ഹബീബിനെ വിളിക്കാൻ പോയി. ഹിബ ഹബീബ് ആരാന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞുതരാം. തലശ്ശേരിയിലെ സ്വയം അറിയപ്പെടുന്ന പ്രശസ്തി വ്ളോഗറാണ്. ഫാഷൻ ഇൻഫ്ലുവൻസർ, മോഡൽ ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടും. നോർത്തിലെ ബംഗാളികളുടെ പ്രശസ്ത ഇഷ്ടപ്രിയങ്കരമായ ഒരു പെണ്ണാണ് ഹിബാബി. ഹിബാബി നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പോയിക്കോ. ഹിബാബി എടുത്തു ഗൈസ്. അതെ ഗൈസ് എടുത്തു പറയൂ. ഹിബാബിന്റെ പാട്ടാണിത്.
നിന്റെ ഇക്കാക്കി ഇതാക്കിയെന്നു ഇക്കാക്കി മറ്റേ വെറുപ്പിക്കുന്നു ഡാൻസിന്റെ പാട്ടെന്നേനു എത്ര നാള് കാത്തിരുന്നു നിന്നെ കാണുവാൻ അവസാനോ നമ്മക്കിന്റെ അത്ര കഴിവൊന്നുമില്ലപ്പാ നീ കഴിവേറിയല്ലേ ഇനി ഇന്നെ നെഗറ്റീവ് ആർട്ട് കണ്ട ബംഗാളികളൊന്നും അടിക്കൊന്നും വേണ്ടല്ല അതെ ഇവിടെ നിന്ന് ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംസാരം പറയുന്നു അതാ നീ അല്ലെങ്കിൽ നല്ലോണം ഊളാനായിട്ട് സംസാരിക്കാനല്ലേ ഇതെന്താ പറ്റിയേ പോയിന്റ് ഏതാണ് നീ ഐഡന്റിഫൈ ചെയ്ത് പറ പേര് പറയാൻ ആ പഴംപൊരി കഴിഞ്ഞാ ഓന്റെ തീർന്നിട്ടുണ്ട് ഗൈസ് നമ്മളത് തീർന്നില്ല നമ്മുടെ ട്രിപ്പ് പോക്കനി വരുന്ന പക്ഷെ ഇക്കാക്കനെ കൂട്ടാൻ പാടില്ല കുറച്ച് ദൂരം പിടിച്ചോ ആ വാ വരണോ വരൂല ഞാൻ വരട്ടെ ഇവനെയും കൂട്ടാം നമുക്ക് എന്നെ കൂട്ടോ 5-ാം തീയതി 7-ാം തീയതി സേലന്റെ മകൾ നമ്മളെ കസിന്റെ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ഊള കസിനാണ് സേല അപ്പൊ ഓളം മംഗലുണ്ട് എന്നെയും കൂട്ടോ ഇബ എന്നെയും കൂട്ടോ ഇബ കല്യാണത്തിന് നീ ഒരു കുടുംബത്തിലെ ഒരാളാകുമ്പോ നീ നിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കണ്ടേ കൂട്ടാനുള്ളേ എന്റെ കസിൻ നിന്റെ കസിൻ എന്നാ പിന്നെ നീയല്ലേ വിളിക്കട്ടെ 6-ാം തീയതി 7-ാം തീയതി എന്തൊക്കെയാ നടക്കുന്നത് ഗൈസ് ഒന്നും മനസ്സിലായി സേലന്റെ ഫോട്ടോ കാണിച്ചോട്ടോ സഹറയാണോ സഹലയാണോ സഹല സഹല വിഷിംഗ് യു വെഡിങ് വിഷിംഗ് യു വെഡിങ് എന്തിനാ പറയാ ഹാപ്പി വെഡിങ് ഹാപ്പി വെഡിങ് കെട്ടാൻ പോകുന്നത് വാരത്തിന്റെ മുത്തായ ആസിഫ് ആസിഫ് ഇവിടെ ആസിഫ് ഭയങ്കര സീനാ മുത്തായി പാവം വ്ളോഗെല്ലാം കണ്ടിട്ട് സീനാവും അങ്ങനെ കാണിട്ട് ഗൈസ് ഇതായിട്ട് ഈ ബാബി വേറെന്താ പറയാനല്ലേ നിന്റെ ഫേവറേറ്റ് പാട്ടാ കണ്ടടാ കണ്ണ് കണ്ടില്ലേ കണ്ണ് കണ്ട പോയാ നമ്മൾ വ്ളോഗിനിടയിൽ പല സത്യങ്ങളും കണ്ട് പേര് സേവ് ചെയ്താണ്ട് ഞാൻ മൊണ്ണാന്ന് പറഞ്ഞിട്ട് മറ്റേ ലവ് ഇട്ട് വെച്ചില്ലേ അതെല്ലാരും കണ്ടു അതാ ആ ആ നല്ല തന്നെ നീ ആഘോഷിക്ക് നമ്മൾ തിരിച്ചു വരും അപ്പൊ ഈ വ്ളോഗിലേക്ക് സ്വാഗതം നിന്റെ പാട്ട് കഴിഞ്ഞാ ഇബ അതുകൊണ്ട് ഇന്നെ മറന്നു ഇബ ഇടയ്ക്കല്ല ഇങ്ങനെ പുറത്തെല്ലാം ഇറങ്ങണം നമ്മളെല്ലാം ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട് എന്നാ മൈക്കിൽ ഫുൾ ഇതായിനാ പഴംപൊരി നിന്നിട്ട് പിടിക്കും ഇടത്തൊക്കെ കൊണ്ട് പിടിക്കുക ശരിയെന്നാ അതൊക്കെ വീട്ടിലെ മിക്സ് കിട്ടുന്ന സ്ഥലമാണോ ഈ രാത്രിയാ ഇപ്പോ വീട് അടുത്ത് എവിടുന്നാ വീട് അടുത്തൊരു സ്ഥലമാണ് നമ്മുടെ ചങ്ങായിന്റെ വീട്ടിലുള്ള സ്പോട്ടാണ് പൈസ ഉണ്ടാ പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് വന്നിട്ട് ശരിക്കൂ വീഡിയോ ഇട്ടാ മതി ഇന്ന് രാത്രിയാ നമ്മളിപ്പോ അതിന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനാക്കി തരാം ഓക്കെ നമ്മളിതാ എവിടെ പോന്ന് നമ്മളെ ഫ്രണ്ടിന്റെ അടുത്തുണ്ട് അവൻ നമ്മളിപ്പോ ചങ്ങായിന്റെ ഒരു കടയിലാ പോകുന്നത് അവിടെ പോയിട്ട് 2-3 ഹെവി ഐറ്റംസ് അടിക്കാൻ പോകുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു പക്ഷെ ലേറ്റ് ആയിട്ട് ചിലപ്പോൾ ഡൗട്ടാണ് നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് ഐറ്റംസ് വെച്ച് പിടിക്കാം ഇപ്രാവശ്യം അത് കഴിച്ചിട്ട് നമുക്ക് അതിന്റെ ആഴ്ച പോകുന്ന എക്സ്പീരിയൻസ് എല്ലാം കാണാം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ അങ്ങോട്ടേക്ക് വിടാം അത് പോകുന്ന കാഴ്ച കാണണം നടുക്ക് നിങ്ങൾ എന്തെല്ലാം കാണാനല്ലേ നിങ്ങൾ താഴെ കമന്റ് നൈറ്റ് ആയിട്ട് പെമ്പിളറൊന്നുമില്ല നമ്മള് ഡീസന്റ് ആണോ നമ്മള് ഡീസന്റ് ആണ് യെസ് നോട്ട് ഓൺ ഗോൾസ് അല്ല ഫോക്കസ് ഓൺ ഗോൾസ് നോട്ട് ഓൺ ഗോൾസ് ഗൈസ് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടേക്ക് പോവാം ഗൈസ് നമ്മളെ അങ്ങോട്ടേക്കാം ഗൈസ് അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ഭാഗ്യമാണെന്ന് അറിയാം നമ്മള് കട ഒരു 1 മണി വരെ ഉണ്ടാവുന്നെല്ലാം വിചാരിച്ച പക്ഷെ അവര് 10 മണിക്ക് പൂട്ടിന്നാ പറയുന്നത് എന്താന്നറിയില്ല എന്തായാലും ഒരു ഉള്ളോട്ടുള്ള ഏരിയ ആണ് അപ്പൊ അത്ര ആൾക്കാരുണ്ടാവും തീരില്ല നമ്മള് തലശ്ശേരിക്ക് വിടാം ഒറ്റ മൈൻഡ് നമ്മളെ ലൈറ്റ് റൂം തെണ്ടിത്തരം കളിക്ക് നമ്മളെ ട്രാവലറായ അജ്മലിന്റെ അടുത്തേക്ക് പോവാം അജ്മലും തലശ്ശേരി നമുക്ക് എന്തെങ്കിലും വൈബ് ഉണ്ടാക്കാൻ നോക്കാം ആടുത്ത വൈബ് നമ്മൾ കാണിച്ചു തരാം അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് വിടാം അല്ലടാ അങ്ങനെ നമ്മളെ കൂട്ടത്തിലെ ലൂസ് ഒരു തെണ്ടീനെ കണ്ടുപരിചയപ്പെട്ടിട്ടുണ്ട് ഹെൽമെറ്റ് ഊരിട്ട് മോന്നാണ്ട് നിന്നെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ഇത് നമ്മളെ ലൈറ്റ് റൂം മീഡിയന്റെ നമ്മുടെ മെയിൻ എഡിറ്റർ ചങ്കായിരിക്കുന്ന അജ്മലിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഹലോ, ഞാനാണ് അജ്മൽ. ഞാൻ ലൈറ്റ് റൂം മീഡിയ എന്ന വെഡിങ് കമ്പനിയിലേക്ക് വർക്ക് ചെയ്യുന്നു. ഞാനൊരു വീഡിയോ എഡിറ്ററാണ്. കണ്ണിൽ ഉണ്ണിയാണ്, കുരുവാണ്. വീഡിയോ എഡിറ്റർ അല്ല, വെഡിങ് ഫോട്ടോഗ്രാഫർ. നീ വെഡിങ് വീഡിയോ എഡിറ്റർ. വീഡിയോ എഡിറ്റർ. എവിടെ ഇത് അനന്ത് എയർപോർട്ടിൽ പറഞ്ഞു.
പറയൂ അനന്ത്, അനന്ത് പറയൂ. ഒന്നുമില്ല. എന്തൊക്കെ പറയൂ ചെറുതായിട്ട്. ഇത് സലാം. എനിക്കിപ്പം കാര്യമായിട്ടൊരു പണിയില്ല, പുറത്തേക്ക് പോകാൻ പോകും. എടാ അബദ്ധം പറയണത് ഇതൊരു വൃത്തിയുള്ള. ഇവനെ കുറിച്ച് പരിചയപ്പെടുത്തി ഇതാണ് നമുക്ക് പറയാം. ഇതാണ് സലാം. ബാക്കി സലാമിനെ കുറിച്ച് അഭിസംബോധന. വീഡിയോ കണ്ടാ ഇത് സലാമിനെ കുറിച്ച് സലാം 2 വാക്ക് പറയണ്ടത്. എടാ ഞാനെന്താ പറയണ്ട, എല്ലാം പറഞ്ഞില്ലേ. നീ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി പുറത്തേക്ക് പോകാൻ പോകുന്നു. പുറത്ത് എന്ത് പണി? എന്തും പണിയും വിസിറ്റിങ്ങിന് പോകുന്നു. അല്ല അങ്ങനത്തെ ഇതല്ല. വ്ളോഗർ ശരിയില്ല, വ്ളോഗർ മൈൻഡ് ശരിയില്ല. രീതി മാറി. എന്ത് പണിയാണ് ഞാൻ ചോദിച്ചില്ല. അപ്പൊ ചെക്കൻ നല്ല ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി ഉള്ള ഒരുത്തനല്ലേ? അതെ അതെ അതെ, ഡെഡിക്കേറ്റഡ് അല്ലേ മനസ്സുള്ളത്? അതെ 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 അതെ. ബാക്കി നിന്നെ കുറിച്ച് പറ. അർഷാദ് എല്ലാം പറഞ്ഞേ. അർഷാദിനെ കുറിച്ച് പറയാനൊന്നുമില്ല. അർഷാദ് ഓൾറെഡി അന്നെല്ലാവർക്കും പെണ്ണുണ്ണി അങ്ങനെ പറയല്ലടാ. അനന്തും മച്ചാൻ പോയി. അടുത്തൊരു എന്നാ ഗായ്സ് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. സമയം 12 മണി 11:46. ഗായ്സ് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ഒരു ആയി അടിക്കടാ. പറയടാ. തിരിച്ചു വന്നിരിക്കുന്നു പറ. കല്യാണം കല്യാണ വിശേഷം പറ. എല്ലാരും നമ്മൾ ആഘോഷമാക്കിയിരിക്കും. നിന്നെ കാണായിട്ട് എത്ര പുറമോട്ട മിസ്സായി നമുക്ക്. സാധനമുണ്ടാ ഹൈലൈറ്റ് സാധനമാണ് നമ്മളെ ചെക്കൻ്റെ സ്പെഷ്യൽ. ഇവിടുത്തെ സ്പെഷ്യൽ പൊറോട്ട റോൾ മേക്കറാണ്. കുറച്ചു കാലം നമുക്ക് പൊറോട്ട റോള് ഇതപ്പോ എന്റെ ഇടയ്ക്ക് ഇതെടുത്തേ. എനിക്കില്ല. സൂപ്പർ. നട്ട എടുക്കുന്നു. ചൂടില്ല ചൂടില്ല. എടാ എന്താ തിരിച്ചു വന്നു പോയേ? തിരിച്ചു വെട്ടുപോയി. അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? കാരണം പറ. ഇത് 2 മണിക്ക് നോക്കാൻ എത്ര മിസ്സായി പറയാൻ. അജുവിന്റെ എന്തായി വ്ളോഗ്? എന്തായി അജുവിന്റെ വ്ളോഗ്? കല്യാണം നടക്കുന്നുണ്ട്. ഓ എല്ലാരും വ്ളോഗിങ് തന്നെ. തിന്നിരുന്നോ? ഞാൻ വാങ്ങി തരത്തേ ഇല്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും അർഷാദിന്റെ വക പൊറോട്ട. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഫോട്ടോഗ്രാഫറാ പോലെ ഫോട്ടോഗ്രാഫർ. എടാ എന്റെ അക്കൗണ്ട് ഇതൊക്കെ എമൗണ്ട് പോവില്ല. സിം കട്ടായി പോയി. ഓ എടാ സിം കട്ടായി നോക്കിയാ. പേഴ്സ് ഇല്ലടാ, നമ്മൾ ഓൺലൈൻ ലിക്വിഡ് എടുക്കാറില്ല. നമ്മളെല്ലാം ഡിജിറ്റൽ മണിയാണ്. ബിറ്റ്കോയിനെല്ലാം മേടിച്ചിട്ട്. ഇതിന്റെ ഫോട്ടോ കണ്ടായിരിക്കും എന്തോ റിച്ച് ആയിരുന്നു ഒരു ടൈം. ചായ വന്നു. സലാം പറഞ്ഞാൽ ചായ കിട്ടും. സലാമും ചായക്കട വ്ളോഗർ മൈക്ക് പോയിന്റുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. വ്ളോഗർ നമ്മള് എടാ ഇങ്ങനെ മൂഡിൽ അങ്ങ് തുടങ്ങി കഴിഞ്ഞാല് ഒരു മൂഡിൽ അങ്ങ് ഇറങ്ങി കഴിയാ. സലാമിന്റെ അന്ന് ഒറ്റ വാക്കിന് ഞാൻ തുടങ്ങി. ഞാൻ അന്ന് രാത്രി മോട്ടിവേഷൻ കൊടുത്തതിന് മോട്ടിവേഷൻ ഇല്ല. നാളെ മുതൽ ഹനാൻചാവും ഞാൻ അന്ന് പറഞ്ഞതാ. അന്ന് മോട്ടിവേഷൻ തുടങ്ങിയതിന് മോട്ടിവേഷൻ ഇല്ല. നമ്മള് ബാക്കോട്ട് ഒരു പോക്കില്ല അല്ലേ? മുന്നോട്ട് മാത്രം ചിന്തിക്കാം. എടാ ഇനി മോട്ടിവേഷൻ കുറച്ച് അധികം വന്നിട്ട് വെറുപ്പിക്കലാവുന്നുണ്ട്. സഹായ മെന്റാലിറ്റി. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സിനാനിന്റെ കുറെ ക്രിഞ്ച് സാധനങ്ങളാണ്. രണ്ടാമത്തെ ചായ ഫുഡിന്റെ ആവേണ്ടത്. ഫുഡിന്റെ അർഷാദിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇങ്ങോട്ടോ ക്യാമറ കൊണ്ടൊക്കെ. അതായത് നാട് നീളെ പെമ്പിള്ളേറെ തപ്പി ആരും സെറ്റ് ആവാത്തോണ്ട് ഹോമോസെക്ഷനിലേക്ക് മാറിയ മിസ്റ്റർ അർഷാദ്. ഇപ്പൊ നമ്മൾ കുണ്ടൻ അർഷാദ് എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. അജ്മലിന്റെ ഓരോ കളികൾ സൈലന്റ് ആയി നിൽക്കുന്നുണ്ട് ഗൈസ്. ഊക്കി കിട്ടുമെന്നുള്ള പേടി കൊണ്ട് മാത്രം. ഇവിടെ സലാമാന്ന് ഏറ്റവും വെച്ച് കുണ്ടന്. ഒന്നിലില്ലാത്ത എന്റെ പേരാണ്ടാ പറയുന്നത്. അറങ്ങാണ്ടിരുന്നാലും പ്രശ്നം. ഒട്ടിയ ട്രൗസറും ചഞ്ചിലും കാണിച്ച് നടന്നൊരു ടീമാ. അതെന്തിനാ? തലശ്ശേരി സ്റ്റാൻഡിൽ നിൽക്കാൻ വേണ്ടിട്ട് പാർട്ട് ടൈം ജോബ് തലശ്ശേരി സ്റ്റാൻഡിൽ. അതിന്റെ ഫോട്ടോ ഉണ്ടോ കയ്യില്? ഫോട്ടോ ഇല്ല, എന്റെ അടുത്ത് ഞാൻ എടുത്തില്ല.
സലാം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവന്റെ ലുക്ക് കാണണം ഗായ്സ്. മോനെ ആരായാലും ഒന്ന് കൊതിച്ച 1 മണിക്കൂറത്തേക്ക് 1 മണിക്കൂർ 200 200 100 മതി നോമ്പ് പറയൂ. ഫ്രഷ് പീസായിട്ട് റേറ്റ് കൂടുതലാണ്. നമ്മൾ തലശ്ശേരിന്റെ മാർക്കറ്റ് പൊട്ടിക്കാൻ വേണ്ടിട്ട് സലാം ഫ്രഷ് അല്ലാത്ത പ്രശ്നമില്ല. മൈക്ക് എടുത്തു സംസാരിക്കും. ഡിബേറ്റ് ആണ് നിങ്ങൾ സംസാരിക്കും. ഇതൊന്നും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പെണ്ണ് വരെ കിട്ടൂല. സലാമിന് പെണ്ണായിരിക്കും ഇത് കൊണ്ട സലാമാ. ടെൻഷനായി ഗൈസ്. സലാമിന് പെണ്ണ് കിട്ടില്ല എന്നുള്ള ടെൻഷനാണ് ഇപ്പം തന്നെ. പണി കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പെണ്ണ് കിട്ടുന്നില്ല ടെൻഷനില്ല. സലാമിനെ തൊടനെ കുറിച്ച് എനിക്കെന്താ പറയാ? ഞാൻ തൊട നോക്കല്ല. അപ്പൊ അത് ഞാൻ നോക്കലുണ്ട്. നിന്റെ പണി ഇതാണല്ലേ അർഷാദ്? നിന്റെ പണി ഇതാ. നമ്മൾ സലാമിന് തൊടനെ കുറിച്ചിട്ടാ പറയാൻ തുടങ്ങി. ചാനലാവും കണ്ടന്റ് ആയി കണ്ട മൊയിലാറക്ക ഇപ്പൊ മേടിച്ചാ ഇല്ലടാ ആ മൗലാർക്കാന്റെ വേറെ അജ്മലൊക്കെ പൊറോട്ട റോള് വാങ്ങി തന്നിട്ടില്ലേ? അതിനെ കുറിച്ച് ഒന്നും വാങ്ങി തന്നിട്ടില്ലേ? പിന്നെ കഴിഞ്ഞ ദിവസം പിന്നെ ആരാ എടുത്തത്? കഴിഞ്ഞത് നമ്മൾ ഇപ്പത്തെ കാര്യം അതിന് പൈസ ഇല്ല. കഴിഞ്ഞ ദിവസത്തെ പൈസ തീർന്നു. ഇനി ഇപ്രാവശ്യം കുണ്ടൻ അർഷാദിന്റെ വക. അതായത് അർഷാദ് പെണ്ണ് കിട്ടാണ്ട് ഡിപ്രഷൻ അടിക്കുമ്പോ അവനെന്ത് ചെയ്യും? രാത്രി ബാംഗ്ലൂരിലേക്ക് കടന്നു കളയും. ഏതിനാണെന്ന് നമുക്കറിയില്ല. എന്നാലും ഏത് തരത്തില് നിന്നെ അവിടുത്തെ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ കണ്ടു നാട്ടുകാർ പറഞ്ഞല്ലോ. അധികം കൂടണ്ട. ചെറിയൊരു പ്രശ്നം. നമ്മളെന്താ പറയാ, സോൺ ഔട്ട് ആയിട്ട് വെക്കുമ്പോ ബാംഗ്ലൂർ കയറാ ആസ്വദിക്കുക വരാം. എന്ത് ആസ്വദിക്കും അത് പറ. ജീനിയസ് മാനെ. ആ ക്രിയേറ്റിവിറ്റി ലെവല് പറ്റുമോ? എന്താ പറയാ, നമുക്ക് നമ്മളെ ഉണ്ടോ അപ്പൊ നമ്മൾ തന്നെ സോൺ ഔട്ട് ആയിക്കുമ്പോൾ നമ്മൾ തന്നെ റിക്കവർ ചെയ്തിട്ട് വെക്കുക. നമ്മളെന്താ പറയാ, ചായ കുടിച്ചാൽ ഇങ്ങനത്തെ ഫ്രണ്ട് സർക്കിൾ ഇരുന്നിട്ട് ചായ കുടിച്ചാൽ ഉള്ള ഡിപ്രഷൻ കയറി സൂയിസൈഡ് ചെയ്യൂ. നമ്മളെ പോലത്തെ അതിനെക്കാട്ടും വല്ല ബാംഗ്ലൂർ പോയി ശാന്തി സമാധാനമായിട്ട് ഉറങ്ങുക, ഇങ്ങോട്ടേക്ക് വരിക, മടിവാള കയറി കറങ്ങുക. നമ്മളെ പോലത്തെ കൂട്ടുകാരെടുക്കുന്ന എന്ത് വാക്ക് പുറത്ത് വന്നാലും ഡബിൾ ഇരട്ടി ഊക്ക് തിരിച്ചു കിട്ടും. ഓക്കിയിരിക്കും. പിന്നെ നമുക്ക് സൂയിസൈഡ് ആയാലും തോന്നി പറ്റെല്ലാം വർത്താനം കേട്ടു. ഡിപ്രഷനുള്ളവരെ സൂയിസൈഡിലെത്തിക്കുന്ന ടീംസ് ഇതല്ലോ. ഇവിടത്തേക്ക് എന്താ ചാടാൻ നിൽക്കുന്നവരോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ ആ ചെറുക്ക് ചാടിക്കളി. അനക്കൊന്നും പറയാനില്ല. ഇവരായിക്കോട്ടെ. ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കർ ആരാ? എന്താടാ എന്താ പറയണ്ടേ? ഒരു മോട്ടിവേഷന്റെ ആൾ ഇവനാണ്. അതായത് പറഞ്ഞതാ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓക്ക് ബ്രേക്കപ്പ് ആയിട്ടില്ല, വേറെ എന്തോ ചെറിയ ഇഷ്യൂ ആയിരുന്നു. അതിന്റെ ഇടക്ക് കയറിയിട്ട് ഇവന് മോട്ടിവേഷൻ ചെയ്തിട്ട് പിറ്റേ ദിവസം അവര് ബ്രേക്കപ്പ് ആയി. ഡ്രിഫ്റ്റ് അല്ല, കഴപ്പ്. അങ്ങനെ ഇവന്റെ മോട്ടിവേഷൻ കേട്ടുകൊണ്ട് ഓരോ ഡിപ്രഷനും ആയി. പിന്നെ റിക്കവറി ആയി പാവം. ഞാൻ തന്നെ അനക്കറിയാം, ആരാന്ന് പോലും എനിക്കറിയില്ല ആ സമയത്ത്. ഞാൻ ബ്രേക്കപ്പ് ആയിട്ട് പറയുന്നതാണ്. അവിടെ മോട്ടിവേഷൻ കൊടുക്കണ്ടേ? അതായത് ആരാ എന്താന്നില്ല, ആരെങ്കിലും എനിക്ക് എന്താ പറയാ ഡിപ്രഷൻ എന്ന് പറയണ്ട, ഡി എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് പോയിട്ട് മോട്ടിവേഷൻ കൊടുക്കും. എടാ മോട്ടിവേഷൻ കൊടുക്കാണ്ട് കുറെ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നില്ലേ? അപ്പൊ നമ്മൾ അവര് മോട്ടിവേഷൻ ചെയ്തിട്ട് കൊടുക്കണം. പക്ഷെ ഇവന്റെ മോട്ടിവേഷൻ അല്ല, ഇവന്റെ മോട്ടിവേഷൻ കേട്ട മറ്റന്നാളെ സൂയിസൈഡ് പോയതോന് ഇന്ന് സൂയിസൈഡ് ചെയ്യും. എടാ ലൈഫ് ഒന്നുള്ളൂ, നമ്മൾ ആസ്വദിക്കാൻ അവരെ കൊണ്ട് പഠിപ്പിക്കണം. നമ്മളൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഡിപ്രഷനായിട്ട് ഇരിക്കുന്നവര് ബ്രേക്കപ്പ് ആയിട്ട് ഇരിക്കുന്നവര് വന്നിട്ട് നമ്മളെ ഇടയിൽ ഇരിക്കുക. അവിടെ തന്നെ നമ്മൾ എല്ലാവർക്കും ഒരു കയറ് കൊടുക്കും സൂയിസൈഡ് ചെയ്യാൻ. കണ്ണിലേക്ക് എങ്ങനെയാ സൂയിസൈഡ് ചെയ്യുന്നുള്ള സാധനം നമ്മൾ ആടവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് ക്ലാസ് കൊടുക്കുന്ന സലാമായിരിക്കും. എന്ത് ക്ലാസ്? സൂയിസൈഡ് അത് ഞാനല്ലടാ, നീയാ. ബെറ്റർ വേറെ ആരും ഇല്ല. ഇല്ലടാ, നീ മറ്റേ സ്ട്രേഞ്ചർ ക്യാമ്പ് പോയിട്ട് എല്ലാവർക്കും എന്താ പറയാ മോട്ടിവേഷൻ കൊടുക്കണം. ഞാൻ മോട്ടിവേഷൻ കൊടുത്താൽ അവരെ ഗ്രൂപ്പിൽ വരും, എടാ ഞാൻ ഇന്ന് സൂയിസൈഡ് ഞാൻ മറ്റേ കൺസൾട്ടൻസി തുടങ്ങുന്നുണ്ട് ഫുള്ളായിട്ട് മോട്ടിവേഷൻ ചെയ്യാൻ. ഇവന്റെ കൺസൾട്ടൻസിന്റെ പേര് സൂയിസൈഡ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ കൊടുത്തിട്ട് അവരെന്താ പറയാ, മരിക്കാൻ പേടിയുള്ള ആൾക്ക് അതിനുള്ള ധൈര്യം കൊടുക്കുക. പേര് മോട്ടിവേഷൻ. എല്ലാവർക്കും ധൈര്യം കൊടുക്കണം. അവിടെ മരിക്കാനൊരു ധൈര്യം വേണം. അപ്പൊ നമ്മൾ അതിനും ധൈര്യം കൊടുത്തിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. തിരിച്ചു പറ. ചിലപ്പോ അവർ മരണത്തിൽ നിന്ന് മാറി വന്നെങ്കിലോ നീ മോട്ടിവേഷൻ കൊടുത്ത് ഉറപ്പായിട്ടും തൂച്ചാവോ? അതിനൊരു സംശയമില്ല. മോട്ടിവേഷൻ കാരണം അന്റെ മോട്ടിവേഷൻ കാരണം
നമുക്ക് കിട്ടി അടിയായാലും നമുക്ക് കണ്ടു കിട്ടിയത് തിരിച്ചറിയാം നമ്മൾ വിട്ടുകൊടുക്കരുത് ഓൻ പറഞ്ഞല്ലേ തിരിച്ചറിയാം അവിടെ ഇതിന്റെ അപ്പുറം പറയല്ലോ ഓൻ തന്നെ അംഗീകരിച്ചു ഇല്ലടാ നമ്മളെന്താ പറയുക നമ്മൾ ലൈഫിൽ എന്താ പറയുക ഒറ്റപ്പെടുമ്പോൾ നമ്മൾ തന്നെ അവർക്ക് എന്താ പറയുക കൊടുക്കണം. കാരണം നമ്മളെ ഇന്നർ മൈൻഡിൽ നമ്മളെ എന്താ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ മനസ്സാക്ഷിയാണ് നമ്മളെ ദൈവം കണ്ട. അല്ലാണ്ട് നമ്മളെ മോട്ടിവേഷൻ നമ്മളെ പടച്ചോനെ വിളിച്ചിട്ട് പടച്ചോനെ കാത്തിരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മൈക്കൂല നീ നായെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തോ നമ്മൾ അവിടുന്ന് കംഫർട്ട് സോണിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പുറത്തു വരണം. പെണ്ണ് ഇന്ന് വരെ നാളെ പോകും. നമ്മളെ ഗോൾസ് ഡ്രീംസ് നമ്മുടെ പാഷൻ അത് ഫോളോ അപ്പ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം. ആർക്ക് പെണ്ണില്ല ഫോട്ടോഗ്രാഫറായി വിചാരിച്ച പെണ്ണുണ്ടാവല്ലോ. നമ്മള് എന്താ ഇങ്ങനെ ക്ഷാമായിരിക്കും ഇങ്ങനെ മയത്തുള്ളി ഇതെന്താ ഗ്ലൂക്കോസ് ഏറ്റാൻ പോയി. നമ്മൾ തലശ്ശേരി അജ്മൽ ഉണ്ടോ കാണാൻ വേണ്ടി വന്ന നോക്കുമ്പോ പറഞ്ഞു അവർക്ക് ഗ്ലൂക്കോസ് ഏറ്റല്ല. ഒരു പേര് പറയുന്നില്ല. അതാണോ സത്യം അജ്മൽ? അതായത് എന്റെ ഒരു സുഹൃത്ത് എന്നോട് കൂട്ടാൻ സുഹൃത്തിനി മറ്റേ ഇവിടെയാണ്. കഥാരംഭം എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് ബസ് ഇവിടെ കോഴിക്കോട് നിന്ന് ബസ് നാട്ടിലേക്ക് വരുന്നുണ്ട്, എന്നെ ഒന്ന് ഹോസ്റ്റലിലേക്ക് ആക്കി തരണം. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ കൂട്ടാൻ പോയി. ആ സമയത്ത് പറഞ്ഞു എനിക്ക് വയ്യ, എനിക്ക് തലകറങ്ങുന്നു, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അപ്പോൾ പറഞ്ഞു ഗ്ലൂക്കോസ് കയറ്റണം. അപ്പോൾ ഇവനെ പോലത്തെ അപരാധികൾ വന്നിട്ട് അപരാധിച്ചിട്ട് പോയി. ഞാൻ സദാചാരം നടത്തിയതല്ല. പോലീസ് നമുക്ക് ഒരു കണ്ടന്റായി പോലീസ് ബ്ലോഗിൽ ഈ വർത്താനം കണ്ട പിന്നെ സദാചാരം എന്നല്ലാണ്ട് വേറെ കഴപ്പ് പറഞ്ഞ ശിബിലാണ് പറഞ്ഞത്. ഇവര് ഫോട്ടോഗ്രാഫർ. ഞാൻ മോഡേൺ ചിന്താഗതിന്റെ ആൾക്കാരാണ്. നമുക്ക് അങ്ങനെ തോന്നില്ല. സദാചാരം ഒന്നും പറയൂലടാ. നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാണ്. ആർക്കെ ഞാൻ ബാക്കി പറയട്ടെ. എന്ത് തുപ്പെന്ന് പറയും കിട്ടിയ കണ്ടന്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് വീഡിയോ എടുക്കുന്ന നേരം അടുത്ത് വരുന്ന നമ്മൾക്ക് ജീവിക്കാൻ അവിടെ ഒരുത്തൻ ചത്തോ ജീവിച്ചോന്നില്ല. കണ്ടന്റ് ഒരുത്തൻ തൂങ്ങിച്ചാൽ പോയാൽ അത് കണ്ടന്റ്. നമ്മളങ്ങനെയല്ല മോട്ടിവേഷൻ കൊടുക്കും. ഇവരാ ഷൂട്ട് ചെയ്യാൻ നിൽക്കും ചെയ്യും. നമുക്ക് വീഡിയോ എടുക്കണം. അതാ ഇവിടെ ഒന്നും അറിയാണ്ട് ഒരുത്തന് ഇങ്ങനെ ഇവിടെ ഇരുന്നോണ്ടിരിക്കും. നമുക്ക് ഓനെ കണ്ടാലോ. അതാ ചായ എടുത്തോണ്ടിരിക്ക. നീ രണ്ടു വാക്ക് പറ. ഞാൻ കൊറേ വാക്ക് പറഞ്ഞു. നീ ഒന്നും പറഞ്ഞില്ല. അത് ഒരു അരമണിക്കൂർ മുമ്പ് മേടിച്ച തണിത ചായ കുടിക്കുന്ന ആസ്വദിച്ചു. അല്ല ഇത് ഒരു 10 രൂപ ചായ പറ. ഓന് ചായ മേടിച്ചിട്ട് അരമണിക്കൂറായി. ചൂടുള്ള പോലെ അതായത് മൈക്കോട് ഞാൻ പിടിക്കാം. ഇവനെങ്ങനെയാന്ന് വെച്ചാൽ ഒരു 10 രൂപ ചായ 1 മണിക്കൂർ അഭിനയിച്ച് കുടിക്കുന്ന ഒരുത്തരാണ്. ആക്ടറാണ്. ആ ചൂടില്ലാത്ത ചായ കുടിക്കുന്നതിൽ എന്താർത്ഥല്ലടാ? ഊതണം. ചൂടില്ലാത്ത വേറെ മൈൻഡില്ല. നീ വേറെ ഏതാ മൈൻഡിലാ പോലെ? എന്തായാലും ഉത്തരവ്. ഞാൻ പ്യുവർ മൈൻഡാ. പ്യുവർ മൈൻഡ്. ഇവിടെയോ? ഞാൻ പ്യുവർ മൈൻഡാ. അപ്പൊ നീ എന്തോ ഡബിൾ മൈൻഡ്. നീ ഡബിൾ മൈൻഡ് ഉറപ്പല്ലേ? ചൂടില്ലാത്ത ചായ കുടിക്കുന്നതിന്റെ അർത്ഥം പറ. അതെന്നാ? ചൂട് തണിഞ്ഞോണ്ട്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സ്ഥലം എടുക്കട്ടെ. അതായത് ഉപ്പെല്ലാം വീട്ടിൽ കയറ്റും. ഇത്രയും പ്രായമായിട്ട് ഉപ്പ വീട്ടിൽ കയറ്റില്ല. പ്രായമുണ്ട് ഗൈസ്. ഇവൻ എത്ര പ്രായം ഉണ്ടാവും ഗൈസ്? നിങ്ങൾ പറ. അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതെ ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മളൊരു ചായ 1 മണിക്കൂർ കൊണ്ട് കുടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ആസ്വദിക്കണം. അല്ലെ? അതെ. എക്സ്പ്ലോർ ചെയ്യണം. അതായത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു ചായ കുടി എന്ന് പറഞ്ഞാൽ വെറും ഒരു ചായ കുടിയല്ല. അതൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു ഇമോഷൻ ആണ്. പറ. ഞാൻ എന്താ പറയണ്ടേ? നീ എല്ലാം പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചല്ലേ ഇവൻ പറഞ്ഞു. ഇതാണ് നമ്മൾ ഒരു സദസ്സിൽ ഇതാണ് ഒരു സദസ്സിൽ നിന്ന് എസ്കേപ്പ് ആവേണ്ട. മനസ്സിലാവും. നാച്ചുറൽ ആയിട്ട് പറയുന്നത്. ഞാൻ നാച്ചുറൽ. കുറച്ച് കൂറയോ
നിന്റെ ആ കൂറ മുഖാണ് എനിക്ക് ഈ വീഡിയോയിൽ കാണേണ്ടത്. വേണം നമ്മുടെ ആൾക്കാർ അറിയട്ടെ നിന്റെ കൂറ സ്വഭാവം. ഇനി നിനക്കൊന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ലടാ. ഞാനല്ലേ കണ്ടന്റ് എടുത്ത് ജീവിച്ചിട്ട് യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഇത് കാണുക എടുക്കണ്ട പാടി അല്ലാന്റെ മൂഡ് പോയി ഗൈസ്. പറയാൻ വന്നിയാ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. അപ്പൊ എല്ലാവർക്കും അപ്പൊ ഇതിപ്പോ സൽമാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് ഇവന്റെ പേര് സൽമാൻ എന്ന് വിളിക്കുന്നത് ഇഷ്ടം. അത് സലാമായാലും എന്ത് തെണ്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല. പറയാൻ കഴിയായിട്ടല്ല. അങ്ങനെയൊന്നുമില്ല, പേരെല്ലാം ഒന്ന് തന്നെയല്ലേ, വിളിച്ചാ പോരെ. നമ്മളെ സ്വന്തം ഇഷ്ടമുള്ള മച്ചാനാകുമ്പോ നമ്മൾ എന്ത് പേരും വിളിക്കും, അതാണ് സ്നേഹം. ബോയ്സ് ആവുമ്പോ നമ്മള് ചിലപ്പോ തന്തക്കും വിളിക്കും, വേറെ വിളിക്കും, അതൊരു നോർമലാ. ഇനും നല്ല നമുക്ക് ലൈവ് തുടങ്ങാം. അതാവുമ്പോ നല്ല നമ്മളെല്ലാരും ഉറക്കത്തിന്റെ സാഹചര്യം വെച്ച് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഗൈസ് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇതുപോലത്തെ ഊക്ക് ബ്ലോഗ്സ് ആയിട്ട് നമ്മൾ ഇവരെ ഇനിയും വീണ്ടും കാണുന്നതാണ്. ഇനിയും നമ്മൾ പരിചയപ്പെടുന്നതാണ്. നമുക്കെല്ലാം കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും വരുന്നതാണ്. ബൈ. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം അല്ലേ അജ്മലെ? വീണ്ടും ഈ ഊക്കായിട്ട് നമ്മൾ ഈ 4 ആൾക്കാരും വരുന്ന പൊരിഞ്ഞ ഊക്കായിട്ട് വരും. ഇവിടെ നമ്മളൊരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ പോവുകയാണ്. സാമ്രാജ്യം, ഊക്ക് സാമ്രാജ്യം. അടുത്ത് നമുക്ക് കൗസ്തുബ് എന്ന് പറഞ്ഞ ഒരുത്തൻ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ബ്ലോഗർ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യൂ. എന്നിട്ട് 5 പൈസയില്ല. ഇതാണ് ഈ ഒരു വീഡിയോന്റെ അവസാനം നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, വേറൊരുത്തന് പിന്നെ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. വീട്ടിലെങ്ങനെയെങ്കിലും ജീവനോടെ വീട്ടിൽ കയറ്റോന്നുള്ള പേടിയില്ല. 10 മണിക്ക് വീട്ടിൽ കയറുമെന്ന് പറഞ്ഞ ഒരുത്തനാണ്. ഇപ്പൊ 12 ആയിട്ട് വീട്ടിൽ കയറില്ല. ഇന്നും ഇപ്പൊ ഒന്നെങ്കിൽ കടക്ക് പുറത്ത് മോനെ, അല്ലെങ്കിൽ നാളെ വന്നാൽ മതി എന്ന് അറിയൂ. കണ്ടോ, ഇത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. സലാം. മുഖം കാണുന്നില്ല. ബൈ ബൈ ബൈ. ഓക്കെ ബൈ.